ധാരാളം ദുരുപദേശങ്ങൾ നമ്മളുടെ ഇടയിൽ പരക്കുന്നുണ്ട്. ദീർഘവർഷങ്ങളായി കേരളത്തിലും ഇന്ത്യയിലാകമാനവും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുമായിട്ട് പതിനായിരക്കണക്കിന് ദുരുപദേശ സംഘങ്ങൾ ഉണ്ടാവുകയും അത് പ്രചാരത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കൊടിയ ദുരുപദേശങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുകയും വിശുദ്ധ ബൈബിളിൻ്റെ പ്രചാരകരെന്ന പേരിൽ ധാരാളം പേരെ ആ വലയിൽ പെടുത്തുകയും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു സംഘമാണ് യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തെക്കുറിച്ചുള്ള അറിവുകൾ വളരെ കുറവാണ് ആൾക്കാരുടെ ഇടയിൽ. കേരളത്തിൽ ദീർഘവർഷങ്ങളായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒത്തിരി സംഘങ്ങൾ നമ്മുടെ കേരളത്തിലെ പല വീടുകളിലും വരികയും ഉപദേശമാണ്, സത്യവചനമാണ് എന്ന് പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ തന്ത്രപൂർവ്വമുള്ള അവരുടെ വായനാ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംവിധാനം വഴി ഒത്തിരി പേരെ അവരുടെ വലയിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. യഹോവയുടെ സാക്ഷികൾ അല്ലെങ്കിൽ യാഹ്വേസ് വിറ്റ്നസ് എന്ന പ്രസ്ഥാനം ഒരു തൃത്വ വിരുദ്ധ, അതുപോലെ സഹസ്രാബ്ദവാദി, പുനഃസ്ഥാപനവാദി വിഭാഗമാണ്. അപ്പോൾ യഹോവയുടെ സാക്ഷികൾ എന്നാണ് സാധാരണ അവരുടെ പേര്. യഹോവ സാക്ഷികൾ എന്നല്ല, യഹോവയുടെ സാക്ഷികൾ. അതെന്താണ് കാര്യമെന്നൊക്കെ ഞാൻ പറഞ്ഞു വരാം. AD 19-ാം നൂറ്റാണ്ടിൽ ചാൾസ് ഡേസ് റസൽ സ്ഥാപിച്ച ബൈബിൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ പറയുന്ന പുതിയ ഒരു ദുരുപദേശ സംഘമെന്ന് പറയുന്നത്. റസൽ എന്ന് പറഞ്ഞയാൾ ഇത് സ്ഥാപിച്ചതുകൊണ്ട് ഇതിനെ റസൽ മതമെന്നുമൊക്കെ വിളിക്കും. ഇപ്പോൾ അത് അത്ര കേൾക്കുന്നില്ലെങ്കിലും പഴയ കാലത്ത് റസൽ മതം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടായിരുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനായിട്ട് 1881 റസൽ സിയോൺസ് വാച്ച് ടവർ ട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ചു. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ട്രാക്റ്റുകളും അതുപോലെ അവരുടെ ആ ദുരുപദേശങ്ങൾ കുത്തിനിറച്ച ധാരാളം പുസ്തകങ്ങളും ലോകത്തിലെ വിവിധ ഭാഷകളിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആണ് നമ്മൾ അറിയേണ്ടത്. ഒത്തിരി പേരത് വായിച്ച് അത് സത്യ ഉപദേശം പറയുന്ന പുസ്തകങ്ങളാണെന്നും അതുപോലെ ആ ട്രാക്റ്റുകളിൽ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് വിശുദ്ധ ബൈബിളിന്റെ നേർരേഖയിലുള്ള ഉപദേശമാണെന്നും ഒക്കെ പലരും ചിന്തിച്ച് അത് വിശ്വസിച്ച് പോയെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. യഹോവയുടെ സാക്ഷികൾ എന്ന പേര് അവർക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. അത് സ്വീകരിച്ചത് 1931 റസലിന് ശേഷം പിന്നീട് നേതൃത്വത്തിൽ വന്ന ജോസഫ് ഫ്രാങ്ക്ലിൻ റദർഫോർഡിന്റെ കാലത്താണ്. USA പെൻസിൽവാനിയ സ്റ്റേറ്റിൽ പിറ്റ്സ്ബർഗിൽ 1870 ഈ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ഇനിയും ഇവരുടെ പേരെങ്ങനെയാണ് ഇവർ കണ്ടെത്തിയത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവരുടെ പേരിന്റെ ഉറവിടം എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. യെശയ്യാവിന്റെ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ് അവരുടെ പേരിന് ആസ്പദമായിട്ട് അവർ ഉപയോഗിക്കുന്ന വാക്യം. ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ എന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ ദൈവം തന്നെ. അപ്പോൾ ഈ പറയുന്ന യെശയ്യാവ് 43-12-ാമത്തെ വാക്യം അവരുപയോഗിച്ചിട്ടാണ് അവർ യഹോവയുടെ സാക്ഷികൾ എന്ന നാമധേയം സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഭാഗത്തിൻ്റെ ചില പ്രത്യേക രീതികൾ ആണ് ഞാൻ തുടർന്ന് പറയുന്നത്. രാഷ്ട്രീയ സേവനം, അതുപോലെ സൈനിക സേവനം, മറ്റ് കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം, ആചാരങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത്. യഹോവയുടെ സാക്ഷികൾ സൈനിക സേവനത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ ചേർന്ന് അവർക്ക് ജോലി ചെയ്യുവാൻ വേണ്ടിയുള്ള അനുവാദം അവരുടെ ഉപദേശപ്രകാരം ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, യഹോവയുടെ സാക്ഷികൾ രാഷ്ട്രീയ ഇടപെടലിന് മനഃപൂർവ്വം വിസമ്മതിക്കുന്നവരാണ്. 3, ഭൗമിക ഗവൺമെന്റിന്റെയും തിരഞ്ഞെടുപ്പുകളുടെയും കാര്യത്തിൽ അവർ പങ്കുചേരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവര് വോട്ട് ചെയ്യുന്നതിൽ തൽപരരല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവിലുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുമല്ലോ, ആ സമയത്ത് വോട്ട് ചെയ്യുന്നതിൽ അവർ തൽപരരല്ല എന്നുള്ളതാണ് അവരുടെ ഒരു സിദ്ധാന്തം.
ഇനി നാലാമത്തേത്, അന്താരാഷ്ട്ര രാഷ്ട്ര സംഘർഷങ്ങളിലോ ദേശീയ രാഷ്ട്രീയ ചർച്ചകളിലോ സംഘർഷങ്ങളിലോ അവർ പക്ഷം ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതുമായിട്ട് യാതൊരു ആഭിമുഖ്യവും ഇല്ലാത്ത ഒരു വിഭാഗമാണിത്. അതിന് കാരണം അവർ തങ്ങളുടെ ഗവൺമെന്റ് തിരഞ്ഞെടുത്തു. അതാണ് ദൈവരാജ്യം. അവർ ദൈവരാജ്യം എന്ന് പറയുന്നതല്ലാതെ സത്യം മറ്റൊന്നാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ അവരുടെ ഉപദേശങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനിയും ഇവര് രക്തപകർച്ച അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നിരസിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ രക്തം, ഒരു ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അവരെ മറ്റൊരാളുടെ രക്തം സ്വീകരിക്കുവാനോ അവരുടെ രക്തം മറ്റൊരാൾക്ക് ദാനം ചെയ്യുവാനോ അവർ തയ്യാറല്ല. അത് അവിശ്വാസികളുടെ രക്തം ആയതുകൊണ്ട് അവർക്ക് അതിന് സാധ്യമല്ല എന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇനിയും ആറാമത്തെ കാര്യം, ക്രിസ്മസ്, ഈസ്റ്റർ, ആൾക്കാരുടെ ജന്മദിനങ്ങൾ തുടങ്ങിയ അവർ ആചരിക്കാറില്ല. മറ്റ് മതങ്ങളുടെ ആചാരങ്ങൾ അവർ ആചരിക്കുന്നില്ല. ഇനിയും വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം, ഏഴാമത്തേത്, രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങൾ അവർ ആലപിക്കില്ല. നമ്മളുടെ കേരളത്തിലും അങ്ങനെ വലിയ ഒരു വിവാദമുണ്ടായതാണ്. ദേശീയ ഗാനം ആലപിക്കുകയില്ല എന്ന് അതിൽ ചിലർ വാദിച്ചതാണ്. ആ സമയത്ത് അത് കേസ് പോയി. അങ്ങനെ കോടതി വിധിച്ചത് ഇഷ്ടമുള്ളവർ അത് പാടിയാൽ മതി, നിർബന്ധമൊന്നുമില്ലെന്നാണ് നമ്മുടെ ഇന്ത്യയിൽ ആ വാദത്തിന് ഡിക്രി ഉണ്ടായത്. ഇനിയും എട്ടാമത്തേത്, രാജ്യ പതാകകൾ അവർ സല്യൂട്ട് ചെയ്യുകയില്ല. അല്ലെങ്കിൽ സല്യൂട്ടിങ് ദ ഫ്ലാഗ് എന്ന് പറയുന്നതില്ലേ, ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അത് അവർ രാജ്യങ്ങളുടെ പതാകകൾ അവര് സല്യൂട്ട് ചെയ്യുകയില്ല. അപ്പോൾ ഈ വിധ നിലപാടുകൾ ഈ ഗ്രൂപ്പിനെ നിരവധി സർക്കാരുകളുമായിട്ട് സംഘർഷത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കുറെ ചിന്തകളും ആശയധാരകളുമുള്ള ഒരു വിഭാഗമാണ് ഈ യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ഈ ദുരുപദേശ സംഘം. ഞാൻ തുടർന്ന് പറയുന്നത് യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ആ സംഘത്തിന്റെ ദുരുപദേശങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇതിൽ വളരെ വിശദമായിട്ട് ദുരുപദേശങ്ങളെ ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ അടുത്ത് തുടർന്ന് വരുന്ന ഈ ഭാഗങ്ങളിൽ ഞാൻ ദുരുപദേശങ്ങളെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതൊന്ന് തൊടുകുറിയായിട്ട് പറയുകയാണ്. അതായത് മനുഷ്യാത്മാവിന്റെ അമർത്യത അവർ അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യാത്മാവ് ഈ ഭൂമിയിലെ വാസത്തിന് ശേഷം അത് നിത്യമാണ് എന്നൊരു ധാരണ അവർക്ക് ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നരകം അല്ലെങ്കിൽ നരകാഗ്നി എന്നത് അവർ അംഗീകരിക്കുന്നില്ല. നരകം എന്ന് പറഞ്ഞൊരു പോളിസിയെ കുറിച്ച് അവർക്ക് വിശ്വാസമില്ല. എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്കാണ് വരുന്നത്. എന്നാൽ അതേസമയം തന്നെ അവർ സ്വർഗം എന്ന് പറയുന്ന ഒന്നിനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, സ്വർഗം എന്ന് പറയുന്ന ഒരു കാര്യത്തെ വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ നരകമില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുകയും ചെയ്യുന്നവരാണ് അവർ. അതുപോലെ ദൈവിക തൃത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ആ ദൈവിക തൃത്വത്തെ അവർ വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദുരുപദേശ സംവിധാനങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വികല പഠിപ്പിക്കുന്നവർക്കുണ്ട്. ഞാൻ തുടർന്നത് പറയാം. അപ്പോൾ ഇങ്ങനെ വളരെ വികൃതമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബൈബിൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് യഹോവയുടെ സാക്ഷികൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് യേശുവിനെ കുറിച്ചുള്ള യഹോവയുടെ സാക്ഷികളുടെ വളരെ വികലമായ പഠിപ്പിക്കലുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ പഠിപ്പിക്കുന്നത് പ്രധാന ദൂതനായ മീഖായേൽ ദൈവത്തിന്റെ ഏകജാത പുത്രനാണെന്നും ഇപ്പോൾ യേശുക്രിസ്തുവാണെന്നും അവർ പഠിപ്പിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ക്ലബ് ചെയ്ത് അവർ പറയുന്ന മീഖായേൽ യേശുവാൻ എന്ന് പറയുന്ന രസാവഹമായ ചിന്തയാണ് അവർ പഠിപ്പിക്കുന്നത്. മീഖായേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തെ പോലെയുള്ളവൻ എന്നാണെന്നും ഒക്കെയാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നൂതന കണ്ടുപിടുത്തങ്ങൾ അവർ വിശുദ്ധ ബൈബിളിന്റെ പ്രമേയത്തിന് എതിരായിട്ട് കണ്ടെത്തിയത് വളരെ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. യേശു യഥാർത്ഥത്തിൽ മുഖ്യദൂതനായ മീഖായേലിന്റെ അല്ലെങ്കിൽ മൈക്കിളിന്റെ അവതാരമാണ്. സ്വർഗാരോഹണം യേശു ചെയ്തപ്പോൾ അദ്ദേഹം ആ പേര് വീണ്ടും സ്വീകരിച്ചു എന്നാണ് അവരുടെ കണ്ടെത്തൽ. എന്ന് പറഞ്ഞാൽ മീഖായേലിന്റെ അവതാരമാണ് യേശു ക്രിസ്തു. രണ്ട്, യേശു ഈ ഭൂമിയിൽ വന്നിട്ട് സ്വർഗാരോഹണം ചെയ്തപ്പോൾ വീണ്ടും പഴയ പേരായി മീഖായേൽ എന്നുള്ളത് സ്വീകരിച്ചു എന്നുള്ള കണ്ടെത്തലുകളൊക്കെയാണ് രസാവഹം. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ തന്നെ
യേശുവിന്റെ കാര്യം അവർ പറയുന്നുള്ളതാണ് രസം. അപ്പോൾ അവർക്ക് തന്നെ പറയുന്നത് എന്താണെന്ന് വ്യക്തമല്ല. എവിടെയൊക്കെയോ അവർ കുറെ പ്രയോഗങ്ങൾ നടത്തി, കുറെ പഠിപ്പിക്കലാണെന്നോ കണ്ടുപിടുത്തമാണെന്നോ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വലിയ വ്യാഖ്യാതാക്കളാണ് എന്നൊക്കെ സ്വയമായിട്ട് പറഞ്ഞുകൊണ്ട് അവർ വിശുദ്ധ വേദപുസ്തകത്തിന് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ചു വിടുന്നു എന്നുള്ളതാണ് രസം. ഇനിയും ശ്രദ്ധിക്കേണ്ടത്, യേശുവിന്റെ മനുഷ്യ ജനനം അവന്റെ ജീവിതത്തിന്റെ തുടക്കമായിരുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യേശു ജനിക്കുന്നതിന് മുൻപ് മറിയെ ഒരു ദൂതൻ സന്ദർശിച്ചു. അവൾ പരിശുദ്ധാത്മാവിനാൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമെന്നും കുഞ്ഞിന് യേശു എന്ന് പേരിടണമെന്നും പറഞ്ഞു. തന്റെ ശുശ്രൂഷയ്ക്കിടെ യേശു പലപ്പോഴും തന്നെ മനുഷ്യപൂർവ്വ ആസ്തിത്വത്തെ കുറിച്ച് സംസാരിച്ചു. അതിനാൽ പ്രധാന ദൂതനായ മീഖായേൽ തന്റെ മനുഷ്യപൂർവ്വ ആസ്തിത്വത്തിൽ യേശുവാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, യേശുവിന്റെ പൂർവാസ്തികത്തെ കുറിച്ച് യേശു സംസാരിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. യേശു പറഞ്ഞു, യഹൂദന്മാരോട് പറഞ്ഞതാണ്, നിങ്ങളുടെ പിതാവായ പൂർവ്വപിതാവായ അബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിനക്ക് 50 വയസ്സ് പ്രായമായില്ലല്ലോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ വായിക്കുന്നതാണ്. അവർ ചോദിച്ചു, നിനക്ക് 50 വയസ്സ് പ്രായമായില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് മുൻപുണ്ടായിരുന്നു പറയുന്നത്? അപ്പോൾ യേശുവിന്റെ പൂർവാസ്തികത്തെ കുറിച്ച് യേശു പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ പുതിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അത് മീഖായേലായിരുന്നു എന്ന് യേശുവിന്റെ പൂർവാസ്തികം എന്നുള്ളതാണ്. ഇനിയും പുനരുത്ഥാനത്തിനും സ്വർഗത്തിലേക്കുള്ള തിരിച്ചുവരവിനും ശേഷം യേശു പ്രധാന ദൂതനായ മീഖായേൽ എന്ന നിലയിൽ തന്റെ സേവനം പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് വീണ്ടും ആരംഭിച്ചു. ഇതിന് ബൈബിളിൽ എവിടെയാണ് തെളിവ്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കൊടിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ദുരുപദേശങ്ങൾ, ഭാഷണ്ട ഉപദേശം പറഞ്ഞു പഠിപ്പിക്കുന്നവരിൽ ഇവർ മഹാന്മാരാണ്. ഈ പറയുന്നതൊക്കെ അവരുടെ കണ്ടുപിടുത്തമെന്നല്ലാതെ ഈ പറയുന്ന അവർ പറഞ്ഞുവിടുന്ന ഈ കാര്യങ്ങൾക്ക് വിശുദ്ധ ബൈബിളിൽ യാതൊരു തെളിവും ആർക്കുമെന്നല്ല അവർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ അവർ ഇങ്ങനെ വാചാടോപം നടത്തി കുറച്ചുപേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ വലിയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഏറ്റവും പ്രധാനമായിട്ട് ദൈവപുത്രൻ അഥവാ യേശു ക്രിസ്തു ഒരു ദൂതനായിരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്ന എബ്രായ ലേഖനം 1-ാം അധ്യായം യഹോവയുടെ സാക്ഷികൾ നിഷേധിക്കുന്നതാണ്. അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യേശുക്രിസ്തു ദൂതനല്ല എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പോൾ ദൂതന്മാരെക്കാൾ വലിയവനാണ് യേശു. എന്നാൽ ആ എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം അവർക്ക് അല്പം മനംപുരട്ടൽ ഉളവാക്കുന്ന കാര്യമാണ്. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനോട് ബന്ധപ്പെടുത്തി ഞാനൊരു കാര്യം കൂടെ പറയാം. എബ്രായരുടെ ഇടയിൽ അന്നേക്കാലത്ത് ദൂതന്മാർ അല്ലെങ്കിൽ അല്പം കരുത്തുള്ള ദൂതന്മാർ സൃഷ്ടികർമ്മം ചെയ്തിരുന്നു എന്നൊരു പഠിപ്പിക്കലുണ്ടായിരുന്നു. അപ്പൊ അക്കൂട്ടത്തിൽ ഒരാളായിട്ടാണ് യേശുവിനെ കണ്ടത് എബ്രായർ ചിലരൊക്കെ. എന്നാൽ അതല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സംവിധാനമാണ് കൊലോസ് ലേഖനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഈ പഠിപ്പിക്കലിന്റെ ദുരുപദേശങ്ങളുടെ ബീജാവാപമൊക്കെ നേരത്തെ നടന്നിട്ടുള്ളതാണ്. അത് പിന്നീട് പ്രഖ്യാപിത രൂപത്തിൽ വെളിയിൽ വന്നു എന്ന് മാത്രമാണ്. ഇനിയും ഇതൊക്കെ പറയുന്നവർ തന്നെ യേശുവിനെ കുറിച്ച് പറയുന്ന കുറെ കാര്യങ്ങൾ ഇവർ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണെന്ന് ഓർക്കണം. ഞാനതൊന്ന് പറഞ്ഞു വരാം. യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളും മാതൃകയും ഞങ്ങൾ പിന്തുടരുകയും നമ്മുടെ രക്ഷകനായും ദൈവോത്തനായും അവനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പറ, ഇത്രയും നേരം പറഞ്ഞ മീഖായേലിന്റെ അവതാരമാണ് യേശു എന്ന് പറഞ്ഞവർ പിന്നീട് പറയുന്ന കാര്യമാണ് യേശുവിന്റെ രക്ഷകനായിട്ട് അവർ ബഹുമാനിക്കുന്നത്. അതെന്തിനാണ്? 2, ദൈവോത്തനായിട്ട് അംഗീകരിക്കുന്നു. അതെന്തിനാണ്? മീഖായേൽ എങ്ങനെയാണ് രക്ഷകനാകുന്നത്? മീഖായേൽ എങ്ങനെയാണ് ദൈവോത്തനാകുന്നത്? അപ്പോൾ ദൂതൻ ആണ് മീഖായേൽ, പക്ഷെ യേശു ദൂതനല്ല എന്നുള്ളതാണ്. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. അതിനവർ ഉപയോഗിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാമായിരിക്കാം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ എന്ന വാക്യവും, അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 31-ാമത്തെ വാക്യം, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ അല്ലെങ്കിൽ യേശുവിനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയായി ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന വാക്യവുമൊക്കെയാണ് അവര് യേശുവിനെ പിന്തുടരുവാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന വാക്യം. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു ദൈവമല്ലെന്നും അതുപോലെ രക്ഷകനല്ലെന്നും ഒക്കെ പറയുന്നവർ ഇടകലർത്തിയാണ് അവർ രക്ഷകനാണെന്നും അതുപോലെ ഒക്കെയുള്ള യേശുവിനെ പിന്തുടരുന്ന രീതിയിൽ യേശുവിനെ അനുഗമിക്കുന്നൊക്കെ ഒന്ന് പറയാം. എന്തിനാണെന്നറിയാമോ? അവർ ക്രിസ്ത്യാനികളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവർ ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ ഇങ്ങനെയൊക്കെ യേശുവിന്റെ പേര് ഇടയ്ക്കൊന്ന് കയറ്റി പറഞ്ഞ് അവർ വാദിക്കുന്നവർ ക്രിസ്ത്യാനികളാണെന്നാണ്. അപ്പൊ ഈ വിഡിത്തം തന്നെയാണ് യഹോവയുടെ സാക്ഷികളുടെ പുതിയൊരു പതിപ്പായ ക്രിസ്ത്യാഡൽഫിനസ് എന്ന വിഭാഗം പറയുന്നത്. ക്രിസ്തുവിൽ സഹോദരന്മാരാണ് എന്നാണ് ക്രിസ്ത്യാഡൽഫിനസ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം. പക്ഷെ അവർക്ക് ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ പേരാർക്കും ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ടു കൂട്ടരും പറയുന്നത് ഇങ്ങനെയുള്ള വിഡിത്തങ്ങളൊക്കെ തന്നെ അവർ ക്രിസ്ത്യാനികളാണ് തെളിയിക്കാൻ വേണ്ടി ഇടയ്ക്കൊരു ശ്രമമൊക്കെ നടത്തും. ഇനിയും ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, എന്നിരുന്നാലും യേശു സർവശക്തനായ ദൈവം അല്ല. ദൈവീയ തൃത്യോപദേശത്തിന് വിശുദ്ധ ബൈബിളിൽ അടിസ്ഥാനമില്ലെന്നുമൊക്കെ അവർ വാദിക്കുന്നു. അപ്പൊ യേശു ദൈവമല്ല, സർവശക്തനായ ദൈവമല്ല, തൃത്വോപദേശത്തിന് വിശുദ്ധ ബൈബിളിൽ യാതൊരു തെളിവുമില്ലെന്നൊക്കെ അവർ വാദിക്കുകയാണ്. പക്ഷേ ബൈബിൾ കണ്ണു തുറന്ന് വായിക്കണം, മനസ്സ് തുറന്ന് വായിക്കണം, അത് വിശദമായിട്ട് പഠിക്കണം. അപ്പോഴാണ് തൃത്വോപദേശത്തിന് തെളിവുണ്ടോ എന്നും രണ്ട് യേശു സർവശക്തനായ ദൈവമാണ് എന്നുള്ള തെളിവുണ്ടോ എന്നും ഒക്കെ അറിയുന്നത്. ഇനിയും അവരുടെ മറ്റൊരു രസാവഹമായ കണ്ടെത്തൽ എന്ന് പറഞ്ഞ് വേറെ ആരും അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്, സ്വർഗത്തിലെ ദൈവരാജ്യത്തിന്റെ രാജാവാണ് യേശു. 1914 ഒക്ടോബറിൽ യേശു ഭരണം ആരംഭിച്ചു. നിങ്ങൾ പറ, ഈ പറയുന്ന സംഭവം ഇവരല്ലാതെ ലോകത്തിൽ ആരും അറിഞ്ഞിട്ടില്ല. എന്താ 1914 ഒന്നാമത്തെ ലോകമഹായുദ്ധം തുടങ്ങിയത് കൊണ്ടാണോ? എന്താണ് ഇവർ ഈ വാദിക്കുന്നതിന്റെ അർത്ഥം? അപ്പോൾ ഇവർക്ക് യേശുവിനെ വലിയ വിശ്വാസവുമല്ല, യേശു ഇവരുടെ ഭാഷയിൽ വലിയ ആളുമല്ല. പക്ഷേ അങ്ങനെ വരുന്ന ആ അവസരത്തിൽ പിന്നെന്തിനാണ് ഇവർ യേശുവിന്റെ പുറകെ തൂങ്ങുന്നത്? എന്തിനാണ് യേശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അത് പറയാതിരുന്നു കൂടെ? അപ്പോൾ യേശു 1914 സ്വർഗത്തിലെ ദൈവരാജ്യത്തിന്റെ ഭരണം ആരംഭിച്ചു എന്നൊക്കെയാണ് ഇവരുടെ കണ്ടെത്തൽ. ഇനിയും അവരുടെ പഠിപ്പിക്കൽ പ്രകാരം ഇപ്പോൾ 1000 ആണ്ട് വാഴ്ചയാണ് നടക്കുന്നത്. അതിനാലാണ് അവരുടെ ഹാളുകൾക്ക് യാഹ്വേസ് വിറ്റ്നസ് കിങ്ഡം ഹാൾ അല്ലെങ്കിൽ യഹോവയുടെ സാക്ഷികളുടെ രാജ്യ ഹാൾ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ ഇപ്പോൾ 1000 ആണ്ട് വാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരുടെ പഠിപ്പിക്കൽ. ബൈബിൾ അങ്ങനെയല്ല പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ബൈബിളിൽ എവിടെയാണ് തെളിവ് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യ ഉത്തരം ഇവർക്കില്ലെന്നുള്ളതാണ് രസം. അപ്പോൾ ഇങ്ങനെ കുറെ ന്യായങ്ങളും വാദങ്ങളും ഒക്കെ അടിച്ചുവിടുന്നല്ലാതെ അവര് വാചാടോപം നടത്തുന്നു എന്നല്ലാതെ അവർക്ക് ഇതിന് തെളിവുകൾ കാണിക്കാൻ കഴിയുന്നില്ല. ഇനിയും യേശുവിനെ കുറിച്ചുള്ള കുറെ ചിന്തകളോട് ഞാൻ പറയാം അവരുടേത്. യഹോവയുടെ സാക്ഷികളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, യേശു ദൈവം ആണെന്ന് യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടെ വീണ്ടും, യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്ത ഇവരെങ്ങനെയാണ് ക്രിസ്ത്യാനികളാകുന്നത്? ക്രിസ്തുവുമായിട്ടും ക്രിസ്തുവിന്റെ ഉപദേശവുമായിട്ടും ഇവർക്ക് ബന്ധമില്ലെങ്കിൽ പിന്നെന്തിനാണ് അവർ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നത്? യഹോവയുടെ സാക്ഷികൾ യഥാർത്ഥത്തിൽ ഏരിയനിസത്തെ പിന്താങ്ങുകയാണ്. അതായത് യേശു ക്രിസ്തു ദൈവമല്ല, പകരം യേശു ദൈവത്തിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ ആദ്യ സൃഷ്ടിയാണെന്നും അദ്ദേഹവുമായി സ്ഥിരമായതോ തുല്യനോ അല്ലെന്നും ദൈവസൃഷ്ടികളിൽ ആദ്യത്തേതും ഏറ്റവും മഹത്തരവുമായവനാണെന്നും വിശ്വസിക്കുന്ന വിശ്വാസമാണ് ഏരിയനിസം പറയുന്നത്. സഭാചരിത്രം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, അങ്ങനെയുള്ള ഭാഷണ്ട ഉപദേശം ഒക്കെ നടത്തിയ ആളാണ്. അപ്പോൾ ഈ വിശ്വാസം ആദ്യം സ്വീകരിച്ച ആര്യസ് ക്രിസ്തുവിനെ ദൈവപുത്രനായി ആദരിച്ചെങ്കിലും ദൈവമാണെന്ന് വിശ്വസിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന യഹോവയുടെ സാക്ഷികളും കാണിക്കുന്ന അതേ പരിപാടി തന്നെയാണ്. അപ്പൊ പണ്ടുണ്ടായിരുന്ന ഏരിയനിസത്തിന്റെ ആ പാഷണ്ടുപദേശം ഇവര് മറ്റു കോലത്തിൽ യഹോവയുടെ സാക്ഷികൾ എന്ന് പറഞ്ഞ് പുതിയൊരു പ്രസ്ഥാനമൊക്കെ തുടങ്ങി അതിൻ്റെ അകത്തോട് അതിൻ്റെ അകത്തോട് ഇത് കുത്തിക്കയറ്റിയെന്നല്ലാതെ ഇവരുടെ പുതിയ കണ്ടുപിടുത്തമല്ലത്. അപ്പോൾ ഏരിയനിസം എന്ന് പറയുന്ന പാഷണ്ടുപദേശം ആയ ഇത് തന്നെ ആണ് യഹോവയുടെ സാക്ഷികൾ അവര് മറ്റൊരു മോഡലിൽ അവര് വേറെ പ്രസ്ഥാനം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇനിയും മറ്റൊരു കാര്യം അവരെ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കണം. യേശു ഒരു ശക്തനായ ആത്മാവായിരുന്നുവെന്നും ദൈവത്തിന്റെ വചനവും ജ്ഞാനവും വ്യക്തിത്വമായി ജനിപ്പിക്കപ്പെട്ടതോ ഉളവാക്കപ്പെട്ടതോ എല്ലാ സൃഷ്ടികളാലും സർവശക്തനായ ദൈവത്തിന്റെ പ്രാഥമിക ഏജന്റായി പ്രവർത്തിക്കുന്നതോ ആണെന്നും യഹോവയുടെ സാക്ഷികൾ പഠിപ്പിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? യേശു വലിയ പുള്ളിയൊന്നുമല്ല, ശക്തനായ ഒരു ആത്മാവായിരുന്നു. അതുപോലെ യേശുവിന്റെ അല്ലെങ്കിൽ സൃഷ്ടിയുടെ പ്രാഥമിക ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നത് ആണെന്നൊക്കെയാണ് യേശുവിനെ കുറിച്ചുള്ള ഇവരുടെ പഠിപ്പിക്കൽ. അപ്പോൾ ഇതിനൊന്നും വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങളുടെ പിൻബലം ഇതിനില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ദൈവിക തൃത്വത്തിലെ രണ്ടാമൻ ദൈവരൂപത്തിൽ അഥവാ പിതാവാം ദൈവത്തെ പോലെ തന്നെ എന്നർത്ഥം.
നിലനിന്നിരുന്നു എന്ന യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത് യാതൊരു മനസാക്ഷിക്കുത്തലും കൂടാതെയാണ്. ഈ കൊടിയ വിഷം അല്ലെങ്കിൽ ആ മനസാക്ഷി കുത്തൽ കൂടാതെ അത് തള്ളിക്കളഞ്ഞിട്ടാണ് ഈ കൊടിയ വിഷം ഈ കൂട്ടം പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് നാം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഇവരുടെ വികലമായ പഠിപ്പിക്കലുകളാണ്. യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നത് ദൈവത്തിന്റെ സ്വാധീന ശക്തിയാണെന്നാണ്. അത് ദൈവത്തിന് സ്വന്തം ഇഷ്ടത്തിനും അളവിനും അനുസൃതമായി തൻ്റെ സൃഷ്ടികൾക്ക് നൽകാൻ കഴിയും, അല്ലാതെ വ്യക്തിയല്ല എന്നാണ്. ഞാൻ പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് എന്നൊക്കെയുള്ള കാര്യം ഇതിന്റെ ഖണ്ഡനമൊക്കെ ഞാൻ ഒടുവിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് വിവരിക്കുന്നില്ല. ഇനിയും ആത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് ഇവർ പറയുന്നത്, AD 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു ഉപകരണമായിരുന്നു അന്യഭാഷകളിൽ സംസാരിക്കൽ, അല്ലെങ്കിൽ അത്ഭുതകരമായ ശാരീരിക രോഗശാന്തി പോലുള്ള സ്പഷ്ടമായ അത്ഭുതങ്ങൾ, അഥവാ ആത്മാവിന്റെ ദാനങ്ങൾ എന്ന് പറയുന്നു. അതിവരുടെ കണ്ടെത്തലുകളാണത്. അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിലച്ചു വന്ന യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കാരണം അവ ദൈവത്തിന്റെ പിന്തുണയുണ്ടെന്ന് ആളുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അന്ന് മുതൽ സ്നേഹം യഥാർത്ഥ ക്രിസ്ത്യാനികളുടെ അടയാളമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് പറയാൻ അവർക്ക് എന്താണ് അവകാശം? കാരണം അവർ പരിശുദ്ധാത്മാവിനെ വ്യക്തിയായിട്ട് വിശ്വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ വിശ്വസിക്കുന്നില്ല, അവർ ക്രിസ്ത്യാനികളല്ല. പിന്നെ സ്നേഹമാണ് ക്രിസ്ത്യാനികളുടെ അടയാളം എന്നൊക്കെ പറയാൻ വേണ്ടി ഇവരെ ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? രക്ഷയെക്കുറിച്ച് അവർ പറയുന്ന വികല ഉപദേശം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ നിയമങ്ങളോടുള്ള വ്യക്തിപരമായ അനുസരണത്തിന് യഹോവയുടെ സാക്ഷികൾ പ്രാധാന്യം നൽകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, വ്യക്തിപരമായ അനുസരണത്തിനാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. യേശുവിന്റെ മറുവിലയാഗത്തിൽ വിശ്വസിക്കുന്നതിലൂടെയും ബൈബിൾ തത്വങ്ങൾക്ക് അനുസരണമായി ജീവിക്കുന്നതിലൂടെയും രക്ഷ കൈവരിക്കാനാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ യേശുവിന്റെ മറുവിലയാഗത്തിൽ വിശ്വസിച്ചാൽ മതി, ഏറ്റെടുക്കുകയൊന്നും വേണ്ട. 2, ബൈബിൾ തത്വങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിച്ചാൽ മതി. അപ്പോൾ രക്ഷ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കരഗതമാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ ഇങ്ങനല്ലല്ലോ വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ അവർ തമസ്കരിക്കുകയും അതുപോലെ യേശുവിനെ അവർ വേണ്ട രീതിയിൽ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തിട്ട് പിന്നെന്തിനാണ് യേശുവിന്റെ മറുവിലയാഗത്തെ കുറിച്ചൊക്കെ അവർ പറയുന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്ന രക്ഷയ്ക്ക് നിദാനമായി പറയുന്ന വാക്യങ്ങളും ശ്രദ്ധിക്കണം. ഒത്തിരി ഉണ്ട്, ഞാൻ 1-2 പറയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവകാശമുണ്ടെന്നാണ്. അപ്പോൾ യേശുനാമത്തിൽ വിശ്വസിക്കണമെന്നാണ്, യേശുവിനെ കൈക്കൊള്ളണമെന്നാണ്. അല്ലാതെ യേശുവിന്റെ മറുപടിയാകം നടന്നെന്ന് വിശ്വസിക്കുകയല്ല, അതുപോലെ തത്വങ്ങൾക്കനുസരണമായി ജീവിക്കുന്നു പറയുകയല്ല. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കുമാണ് ദൈവമക്കളായി തീരുവാൻ അവകാശം ദൈവം കൊടുത്തത്. ഇനിയും അപ്പോസ്തല പ്രവൃത്തി 4-12 വാക്യം ശ്രദ്ധിക്കണം. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അപ്പോൾ യേശു എന്ന നാമത്തിൽ വിശ്വസിക്കാതെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് അവർ ക്രിസ്ത്യാനികളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് യേശുവെന്നും യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് സാധ്യമാകുമെന്നുള്ളൊരു മൗഢ്യധാരണയാണ് യഹോവയുടെ സാക്ഷികളുടെ മനസ്സിലുള്ളത്. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യം നിങ്ങൾക്കറിയാമല്ലോ. അതിൽ പറയുന്നത് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് നീതിക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ യേശു കുരിശിൽ മരിച്ചു വന്ന് ഒരു ചരിത്രം അറിയാവുന്ന ഒരാളെ പോലെ അറിയുകയും അത് സത്യമാണല്ലോ, അത് വിശ്വസിക്കുകയാണ്, അംഗീകരിക്കുകയല്ല, അത് വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും മറ്റ് ഇതര മതസ്ഥർക്കും ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം യേശു ക്രിസ്തു എന്ന ചരിത്ര പുരുഷനാണ്. അപ്പൊ പിന്നെ അങ്ങനെ ആൾ ഉണ്ടായിരുന്നു വിശ്വസിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കുവാനുള്ള, യേശുവിനെ അവന്റെ നാമം വായ് കൊണ്ട് ഏറ്റുപറയാനുള്ള, അല്ലെങ്കിൽ മനസ്സോടെ രക്ഷകനായി സ്വീകരിക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് വരാത്ത ഒരാൾ എങ്ങനെയാണ് ദൈവമക്കളായി തീരുന്നത്? അവരെങ്ങനെയാണ് ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്? ഇതാണ് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ പറയുന്ന യാതൊരു കാര്യത്തിനും ഇവർ വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.
എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഈ പറയുന്ന അറിവിലല്ല കാര്യം, വിശ്വാസത്തിനാണ് പ്രാധാന്യം. രക്ഷയ്ക്ക് നിദാനമായി പഠിപ്പിക്കുന്നത് അതാണ് വിശുദ്ധ ബൈബിൾ, അല്ലാതെ അനുസരണമല്ല. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഇവരുടെ പഠിപ്പിക്കൽ ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹർമഗദോൻ യുദ്ധത്തോടെ നിലവിലുള്ള ലോക വ്യവസ്ഥയുടെ നാശം ആസന്നമാണെന്നും ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നാണ് മനുഷ്യരാശിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരമെന്നും യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്നതല്ല എന്നുള്ളത് തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവരാജ്യം, അതുപോലെ സ്വർഗരാജ്യം, ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്ന 3 സംവിധാനങ്ങൾ പറയുന്നുണ്ട്. ആ യാഥാർത്ഥ്യം കേൾവിക്കാർക്ക് ഒരു വേള അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. യേശു ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്ന ആ അക്ഷരീകമായ സാമ്രാജ്യത്തിന്റെ പേര് എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നല്ല. യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ദൈവരാജ്യം വരാൻ ആണ് പ്രാർത്ഥന പഠിപ്പിച്ചത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നാണ് യേശുവിന്റെ ശുശ്രൂഷ അവസാനിക്കാൻ തുടങ്ങിയപ്പോൾ യേശു പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന ദൈവരാജ്യത്തെ കുറിച്ചല്ല ഈ യഹോവയുടെ സാക്ഷികൾ പറയുന്നത്. അവർ പറയുന്ന ഭൂമിയിൽ അക്ഷരീകമായി സ്ഥാപിക്കുന്ന ആ സാമ്രാജ്യത്തെ കുറിച്ച് അത് ദൈവരാജ്യമല്ല, അത് ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്നതാണ്. എന്തായാലും അത് അവർ വിശ്വസിക്കുന്ന ഒരു വേള ശരിയാണ്. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? സമത്വസുന്ദരമായ ഒരു ഭരണമാണ്. അല്ലലില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത യുദ്ധങ്ങളോ അതുപോലെ വഴക്കുകളോ ഒന്നുമില്ലാത്ത ഒരു വലിയ സാമ്രാജ്യമാണ്. യഹോവയുടെ സാക്ഷികളുടെ സ്വർഗീയ പ്രത്യാശയെക്കുറിച്ചും ശ്രദ്ധിക്കണം. യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നത് പരിമിതമായ എണ്ണം അഥവാ 1,44,000 ആളുകൾ മാത്രമേ ക്രിസ്തുവിനോടൊപ്പം ഭരിക്കാൻ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. വളരെ രസാവഹമായ ഒരു കണ്ടുപിടുത്തമാണിത്. ഇനി ബാക്കിയുള്ള വിശ്വസ്ത സാക്ഷികൾ പർദീസ ഭൂമിയിൽ എന്നേക്കും ജീവിക്കും. പുതിയ കണ്ടുപിടുത്തമാണ്. എവിടുന്ന് തപ്പി പിടിച്ചെന്നൊരു പിടിയില്ല. അവരിങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി വിശുദ്ധ ബൈബിളിലെ സത്യമാണെന്ന്, അതിന്റെ പ്രമേയമാണെന്നും പറഞ്ഞ് ആൾക്കാരെ വിശ്വസിപ്പിച്ചു പോകേണ്ട. പക്ഷെ വിശുദ്ധ ബൈബിൾ ആ ഭാഗത്തേക്കൊന്നും ചെല്ലുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഭൂമിയിൽ നിത്യജീവന്റെ പ്രത്യാശയോടെ മരിച്ചവരുടെ ശാരീരിക പുനരുത്ഥാനത്തിൽ അല്ലെങ്കിൽ ഉയർപ്പിൽ യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നു. അവരുടെ അടുത്ത കണ്ടെത്തൽ ശ്രദ്ധിക്കണം. പുനരുത്ഥാനത്തിലൂടെ ദൈവം കോടിക്കണക്കിന് ആളുകളെ മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരും. എന്നിരുന്നാലും പുനരുത്ഥാനത്തിന് ശേഷം ദൈവത്തിന്റെ വഴികൾ പഠിക്കാൻ വിസമ്മതിക്കുന്നവർ പുനരുത്ഥാന പ്രത്യാശയില്ലാതെ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇങ്ങനെയുള്ള ഒത്തിരി രസാവഹമായ കണ്ടെത്തലുകളൊക്കെ യഹോവയുടെ സാക്ഷികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രസം. അപ്പോൾ ഓർക്കണം, അവര് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: നരകമില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നശിപ്പിക്കപ്പെട്ടു പോവുകയാണല്ലോ, പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന ഈ ശ്രേണികളൊക്കെ വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 1,44,000 കുറിച്ച് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിന്റെ രേഖയുണ്ട്. അപ്പോൾ അതിവരാണെന്നുള്ള വാദമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് 7-ാം അധ്യായം വെളിപ്പാട് പുസ്തകം ശ്രദ്ധിച്ചാൽ അവിടെ വളരെ കൃത്യമായി തന്നെ ഇസ്രായേലികളുടെ 12 ഗോത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ഗോത്രത്തിൽ 12,000 പറഞ്ഞു വന്ന് അങ്ങനെയുള്ള കണക്കാണ് 1,44,000 എന്ന് പറയുന്നത്. അത് ഇവരല്ല. മറ്റു ചില സംഘങ്ങളും പറയുന്നത് ഈ 1,44,000 അവരാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവരാരുമല്ല. ബൈബിൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ ഗോത്രത്തിലാണ്. അപ്പോൾ യഹോവയുടെ സാക്ഷികൾ ഈ പറയുന്ന ആശേർ ഗോത്രത്തിലോ നഫ്താലി ഗോത്രത്തിലോ അതുപോലെ ആശേർ ഗോത്രത്തിലോ യഹൂദ ഗോത്രത്തിലോ ഉള്ളതാണോ? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചുമ്മാതെ കെട്ടുകഥകൾ പറഞ്ഞു പോകുന്നല്ലാതെ ഈ പറയുന്ന വിശുദ്ധ ബൈബിളിന്റെ പ്രമേയമായിട്ട് യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല ഇവർ പറയുന്നതാണ് രസം. എന്നാൽ വിശുദ്ധ ബൈബിൾ ഉപദേശപ്രകാരം സ്വർഗം, നരകം എന്നിവിടങ്ങളിലേക്ക് ആണ് മനുഷ്യൻ ആത്യന്തികമായിട്ട് എത്തിച്ചേരുന്നത്, അല്ലാതെ ഇവര് പറയുന്ന പോലെയുള്ള കുറെ സംവിധാനത്തിലല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യൻ ആത്യന്തികമായി എത്തിച്ചേരുന്ന സ്ഥലം എന്ന് പറയുന്നത് 1 സ്വർഗം, 2 നരകം. അപ്പോൾ അതോടുകൂടി മനുഷ്യവർഗം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു എന്നേക്കുമായിട്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞത്. നിത്യസ്വർഗവും നിത്യ നരകവുമാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്.
ഒരു ചോദ്യം, നിത്യ നരകമില്ലേ? യഹോവയുടെ സാക്ഷികൾ പറയുന്നത് നിത്യ നരകമില്ലെന്നാണ്. അതുപോലെ ക്രിസ്ത്യാഡൽ ഇൻഫിനിയൻസ് എന്ന് പറഞ്ഞ വിഭാഗവും അവരും പറയുന്നത് നരകമില്ല, നന്നായിട്ട് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം. ക്രിസ്ത്യാഡൽ ഇൻഫിനിയൻസ് പറയുന്നതാണ്. തിക്തമായിട്ട് ജീവിച്ചാൽ ശൂന്യമായി പോവും. ഞാൻ അവരോട് ചോദിച്ച ചോദ്യം, എന്തായാലും പ്രശ്നമൊന്നുമില്ലല്ലോ, തിന്മ ചെയ്ത് ജീവിച്ചാലും ദുഷ്ടത പ്രവർത്തിച്ചാലും ഈ സത്യവേദ പുസ്തക പ്രമാണമനുസരിച്ച് ജീവിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ, ശൂന്യമായി പോവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കളിപ്പീരുപദേശങ്ങൾ അല്ലെങ്കിൽ നിഗൂഢ വിഷങ്ങൾ ഇവര് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടു കൊടുക്കുന്നു. അതിൽ പലരും അങ്ങ് ഇഷ്ടപ്പെടുന്നു, അവരുടെ മോഹവലയത്തിൽ പെടുന്നു. പക്ഷേ അവരുടെ മോഹവലയത്തിൽ പെടുമ്പോഴും സർവമാനവരാശിക്കും ദൈവം തന്ന നിയമത്തിന്റെ പുസ്തകമായ വിശുദ്ധ ബൈബിളിൽ എന്താണ് പറയുന്നത് എന്നാണ് നാം അറിയേണ്ടത്. നിത്യ നരകമില്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവം എന്നാ ക്രൂരനാണ്, അങ്ങ് നിത്യമായിട്ട് മനുഷ്യനെ ദണ്ഡിപ്പിക്കുകയാണോ? പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം ക്രൂരനായിട്ടല്ല. ദൈവം നിയമം തരുന്നു, അത് പാലിക്കേണ്ട ജോലി അത് പ്രാപിച്ച അല്ലെങ്കിൽ മനുഷ്യന്റെ ജോലിയാണ്. അത് ചെയ്തില്ലെങ്കിൽ, ഏതൊരു നിയമവും പാലിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടെന്നുള്ളത് നിയമങ്ങളെ കുറിച്ചുള്ള അറിയാവുന്നവർക്കറിയാം. അത്രമാത്രം ഇവിടെ സംഭവിക്കുന്നുള്ളൂ. വിശുദ്ധ ബൈബിൾ നരകത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം, നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അവിടെ പറയുന്നത് നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുക. അപ്പോൾ നരകമില്ല എന്ന് യഹോവയുടെ സാക്ഷികൾ കണ്ടെത്തിയാൽ അവരും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ബൈബിളില്ലേ, അതിൽ നരകമുണ്ടെന്നല്ലേ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. അപ്പോൾ ശ്രദ്ധിക്കണം, നരകത്തിൽ ഇടുക എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പം നരകമില്ലെങ്കിൽ പിന്നെ എവിടെ ഇടും? അപ്പം അതിൽ ഒന്നുകിൽ ഇവർ പറയണം വിശുദ്ധ ബൈബിളിലെ ഉപദേശങ്ങൾ തെറ്റാണെന്ന് പറയണം. പക്ഷെ അവർ ബൈബിളും കൊണ്ടാണ് നടക്കുന്നത്. അതിൽ നിന്ന് അവർക്കിഷ്ടമുള്ളിടം മാത്രം ചിലടമൊക്കെ നോട്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ വായനാ മനഃശാസ്ത്രം ഉപയോഗിച്ച് ആൾക്കാർ ചിന്തിക്കുവാൻ അവസരം കൊടുക്കാതെ അവരെ കൊടുക്കുന്ന രീതിയാണ് പലപ്പോഴും ഇവർ ഉപയോഗിക്കുന്നത്. ഇനി മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 48-ാമത്തെ വാക്യം, നരകത്തിൽ അവരെ തിന്നുകളയുന്ന പുഴുക്കൾ ചാകുന്നില്ല, തീ നിലനിൽക്കുന്നുമില്ല. NIV ട്രാൻസ്ലേഷൻ ആണ് ഞാൻ പറഞ്ഞത്, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ട്രാൻസ്ലേഷൻ ആണ് ഞാൻ പറഞ്ഞത്. നരകത്തിൽ അവരെ തിന്നുകളയുന്ന പുഴുക്കൾ ചാകുന്നില്ല, തീ നിലയ്ക്കുന്നതുമില്ല. അപ്പോൾ ഓർക്കണം, അങ്ങനെ വന്നാൽ നരകം ഒരു പ്രത്യേക ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്കാണോ? നരകം നിത്യ നരകം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഇനിയും മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 41-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അവിടെ ഒരു ചെറിയ കാലയളവെന്നല്ല പറയുന്നത്, നിത്യാഗ്നി എന്നാണ്. അപ്പോൾ എവർലാസ്റ്റിംഗ് ആണ്. അപ്പൊ പിന്നെ ഇവിടെ ആർക്കാണ് വിശുദ്ധ ബൈബിൾ അത് അങ്ങനെ പറയുമ്പോൾ അല്ലെന്ന് പറയുവാൻ ധൈര്യമുള്ളത്? വിശുദ്ധ ബൈബിളിന്റെ ആ പ്രമേയത്തിന് അല്ലെന്ന് പറയുവാൻ ഉപദേശം പറയുന്നു എന്ന് പറയുന്നവർക്ക് ആർക്കാണ് അതിന് അധികാരമുള്ളത്? ബൈബിൾ റീറൈറ്റ് ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനമാണ്. വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു നരകാഗ്നി നിത്യമാണ്. ഇനി വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞ വാക്യം ഒന്നുകൂടി പറയാം. അവിടെ പറഞ്ഞത് എന്നെ വിട്ട് പിശാചിനും അവരുടെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കും. സത്യം പറഞ്ഞാൽ ഈ നിത്യ നരകാഗ്നി ഉണ്ടാക്കിയത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. പക്ഷെ മനുഷ്യൻ അങ്ങോട്ടേ പോകൂ എന്ന് തീരുമാനമെടുത്താൽ പിന്നെ എന്നാ ചെയ്യുന്നത്? എനിക്ക് സ്വർഗത്തിൽ പോകണ്ട, എന്ത് പറഞ്ഞാലും ഞാൻ ദൈവം പറഞ്ഞ അനുസരിക്കത്തില്ല, എനിക്ക് നരകത്തിൽ പോയാൽ മതി എന്നുള്ള ആ ഭാവത്തിൽ മുൻപോട്ട് നീങ്ങിയാൽ പിന്നെ അവനെ പിന്നെ ഇവിടെ കൊണ്ടിടും. അതുകൊണ്ടാണ് പറഞ്ഞത് ആക്ച്വലി ഇത് ഉണ്ടാക്കിയത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. പക്ഷേ മനുഷ്യൻ അങ്ങോട്ട് പോകുവാനുള്ള കാര്യങ്ങൾ അവൻ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവനെ ആ നിത്യ അഗ്നിയിലേക്ക് അയക്കുകയാണ്. ഇനി വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. അപ്പോൾ ശ്രദ്ധിക്കണം, അവര് അങ്ങ് പിന്നെ അവിടെ ശൂന്യനായി പോയെന്നല്ല, അവര് ഇല്ലാതായി പോയെന്നല്ല, അവരതിൻ്റെ അകത്ത് വേദനയോടെ കഴിയേണ്ട കാലഘട്ടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നിത്യ നരകം ഉണ്ടെന്നാണ്.
യഹോവയുടെ സാക്ഷികൾ അതിനെ വികലമാക്കി നരകമില്ല എന്നുള്ള പഠിപ്പിക്കലിലേക്ക് എത്തുമ്പോൾ അതിനല്ല നമ്മൾ ചെവി കൊടുക്കേണ്ടത്. അത് ദുരുപദേശമാണെന്നും വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമേയമാണ് സത്യമെന്നുമാണ് എന്റെ കേൾവിക്കാർ മനസ്സിലാക്കേണ്ടത്. യഹോവയുടെ സാക്ഷികൾ വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്ന തൃത്വം വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ അവരുടെ ഭാഷയിൽ അത് വെറും മിഥ്യയാണ്. തൃത്വം അഥവാ ട്രിനിറ്റി എന്ന വാക്ക് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അത് ആശയപരമായി ബൈബിൾ കാണാം, അല്ലെങ്കിൽ ബൈബിളിൽ തെളിയിക്കാം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, മലയാളം ബൈബിൾ കൊടുത്തിരിക്കുന്നത്, ആദിയിൽ ദൈവം സ്വർഗവും അല്ലെങ്കിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ്സ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം എന്നർത്ഥം വരുന്ന ഗോഡ്സ് സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ബഹുവചന രൂപമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, തൃത്വം എന്ന് പറയുന്ന ആ ഒരു ഭാഗം 3 വ്യക്തിത്വമെന്ന് അവിടെ പറയുന്നില്ലെങ്കിലും ഒന്നിൽ അധികം എന്ന ആശയം അവിടെ വരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. Then God said, let us make mankind in our image, in our likeness. അപ്പോൾ അവിടെയും പറയുന്നത് ഒന്നിലധികം എന്ന് അർത്ഥം വരുന്നതാണ്. യേശുവിന് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം അറിയാമായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. അവിടെ യേശു പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു പറയുമ്പോൾ സാരാംശത്തിൽ ഒന്നെന്നാണ്, ആശയപരമായി ഒന്നെന്നാണ്. ഇനിയും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അന്ന് വൈകിട്ട് നൽകിയതാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മഹാദൗത്യം എന്ന് പറയുന്ന മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം. അവിടെയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എന്നിൽ നിക്ഷിപ്തമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും ജനങ്ങളെ ഉപദേശിച്ച് പഠിപ്പിച്ച് ശിഷ്യരാക്കി പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും നിങ്ങൾ അവരെ സ്നാപനം നടത്തുവിൻ. ഞാനോ യുഗത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ഇതാണ് ഒറിജിനൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തിത്വങ്ങൾ ഇല്ലെങ്കിൽ എന്നാ പിന്നെ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ പോരെ? അതോ ഒരാളുടെ 3 പേരാണോ? ഒരാളുടെ 3 പേരല്ലോ. വളരെ വ്യക്തമായി ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ, ഇൻ ദ നെയിം ഓഫ് ദി സൺ ആൻഡ് ഇൻ ദ നെയിം ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ നാം തിരിച്ചറിയണം, ദൈവിക തൃത്വം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിന്റെ വളരെ പരമപ്രധാനമായ ഒരു ഉപദേശമാണ്. അത് യഹോവയുടെ സാക്ഷികളെന്നല്ല, വേറെ ആരില്ലെന്ന് പറഞ്ഞാലും അത് ഉണ്ടെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവ് വ്യക്തിയല്ല, വെറും ശക്തിയാണ് എന്നാണ് യഹോവയുടെ സാക്ഷികളുടെ കണ്ടെത്തലുകൾ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഹോവയുടെ സാക്ഷികളുടെ കണ്ടെത്തലുകളിൽ അവര് കണ്ടെത്തിയിരിക്കുന്ന കാര്യം, കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് 1993 യഹോവയുടെ സാക്ഷികളുമായിട്ട് ഒരു തർക്കത്തിന് വേണ്ടി ഞാൻ എത്തിയപ്പോൾ അങ്ങനെ ആവശ്യം വന്നു. ആ അവസരത്തിൽ അവർ പറഞ്ഞ ഒരു വാക്യമുണ്ട്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യമാണ്. ദൂതൻ മറിയയോട് പറയുന്ന ഭാഗമാണത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ വാക്യം അവർ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അത് അത്യുന്നതന്റെ ശക്തിയാണ് ഈ പരിശുദ്ധാത്മാവ്. ഞാൻ അവരോട് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഞാൻ ഇതിലും പറയാം. ഞാൻ പറഞ്ഞു, പണ്ടത്തെ ആൾക്കാർക്ക് അങ്ങ് വിവരമില്ലെന്ന് അങ്ങ് ഇരുന്നോട്ടെ, ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഭയങ്കര മഹാമാരല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുതിയ ലോക പരിഭാഷ എന്ന് പറയുന്ന ആ പരിഭാഷയിൽ ഒഴികെ ബാക്കി ഏതെങ്കിലും ഒരു ട്രാൻസ്ലേഷനിലോ വേർഷനിലോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും,
മേൽ വരും, അഥവാ അല്ലെങ്കിൽ അത്യുന്നത ശക്തി നിലമേൽ നിഴലിടും എന്നോ അല്ലെങ്കിൽ ബ്രാക്കറ്റിലിട്ടോ എന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ എന്തോ പറയാൻ വരിക. അപ്പോൾ ചോദിച്ചു എന്താണ് സാറേ എന്ന് ചോദിച്ചു. ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു ഇങ്ങനെയാണ്, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന പ്രജ അല്ലെങ്കിൽ വിശുദ്ധ പ്രജ ദൈവത്തിൽ വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഭാഷാശാസ്ത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ പങ്ക്ച്വേഷൻ പഠിച്ചിട്ടുള്ളവർക്കറിയാം, കുത്തും കോമായും അല്ലെങ്കിൽ സെമികോളൻ എന്ന് പറയുന്നത് ആശയം തീർന്നു വാചകം തുടരുന്നു എന്നാണ്. ഈ യഹോവയുടെ സാക്ഷികളോട് തർക്കിക്കാൻ പോയാൽ നിങ്ങൾ രസമുള്ള ഒരു കാര്യം കേൾക്കാം. അവരെ എവിടെയെങ്കിലും അവർക്ക് രക്ഷയില്ലെന്ന് കണ്ട ഉടനെ സാറേ അടുത്ത വാക്യം വായിച്ച്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് വായിക്കാൻ അറിയാൻ വയ്യല്ല. പക്ഷേ ഒരാളോട് വായിക്കാൻ പറയുമ്പോൾ ഇയാള് വായനയ്ക്ക് വേണ്ടി വായിക്കും. എന്താണ് വായിക്കും ശ്രദ്ധിക്കാതെയാണ് വായിക്കുന്നത്. ഇതാണ് ഇവരുടെ വായനാ മനഃശാസ്ത്രം. എനിക്ക് ഇവരുടെ ഈ രോഗം നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവര് പറഞ്ഞ വാക്യങ്ങളൊക്കെ വായിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവരുടെ ഈ പ്രധാനപ്പെട്ട രോഗം എനിക്കറിയാവുന്നതുകൊണ്ട് എന്താണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചത്. അപ്പോൾ ഇവരെ പിടികിട്ടി എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ അവിടെ നിൽക്കത്തില്ല, സാറേ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട രോഗം ഇവർക്കുണ്ട്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നതോട് ഞാൻ പറയാം, നിങ്ങളുടെ വീടുകളിലോ മറ്റോ വന്നിട്ട് ഇവർ ഈ വായനാ മനഃശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒന്നുകിൽ ആ വാക്യം വായിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ വായിക്കുന്നെങ്കിൽ നിങ്ങൾ എന്താണ് വായിക്കുന്നത് മനസ്സിലൊന്ന് കരുതി വെച്ചിട്ട് നിങ്ങൾ വായിക്കുക. ഇല്ലെങ്കിൽ അവരോട് പറയുക, നിങ്ങളൊരു കാര്യം, നിങ്ങൾക്ക് വായിക്കാൻ അറിയാമല്ലോ, നിങ്ങളേലും പുസ്തകമല്ലോ, നിങ്ങളല്ലേ പറയാൻ വരുന്നത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങളത് വായിച്ച് കേൾപ്പിക്കുക എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവർക്കിടെ കണ്ടുപിടുത്തം പരിശുദ്ധാത്മാവ് വ്യക്തിയല്ല, വെറും ശക്തിയാണെന്നാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിശുദ്ധ ബൈബിളിൽ എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്? പരിശുദ്ധാത്മാവിന് അത് എന്നുള്ള വാക്കല്ല, ഇറ്റ് എന്ന് പറയുന്ന ഒരു പദമല്ല ഉപയോഗിച്ചിട്ടുള്ളത്. പകരം അവൻ, ഹി എന്ന് പറഞ്ഞ വ്യക്തിത്വം വെളിവാക്കിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം, അതുപോലെ 16-ാമത്തെ അധ്യായം 8-ാമത്തെയും 13-ാമത്തെയും വാക്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, വ്യക്തിത്വം ഇല്ലാത്തതിന് ഉപദേശിക്കാൻ കഴിയില്ലല്ലോ. യഹോവയുടെ സാക്ഷികൾ ഈ ഹീ എന്നുള്ള പദം പറയുമ്പോൾ അവര് പറയുന്ന ഈ തർക്കിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഹീ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു നായ്ക്കുട്ടി ഉണ്ടെന്നിരിക്കട്ടെ, അതിനെ നമ്മൾ അവനെന്ന് പറയത്തില്ലേ എന്നാണ് അവരുടെ വാദം. പക്ഷേ ഈ നായ്ക്കുട്ടിക്ക് ഉപദേശിക്കാൻ ഒക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ഹീ എന്നുള്ള പദം ഉപയോഗിച്ചു എന്നുള്ള സത്യമാണ്, പക്ഷേ നായ്ക്കുട്ടിക്ക് ഉപദേശിക്കാൻ ഒക്കുമോ? യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്ന് പറയുമ്പോൾ ഒരു നായ്ക്കുട്ടിക്ക് അങ്ങനെ ബോധം വരുത്താൻ കഴിയുമോ? അപ്പോൾ അതുകൊണ്ട് മുട്ടാപ്പോക്കിന് വേണ്ടിയുള്ള തർക്കം മാത്രം നടത്തിപ്പോകാതെ വിശുദ്ധ ബൈബിളിന്റെ പ്രമേയവും വിശുദ്ധ ബൈബിളിന്റെ സത്യവും തിരിച്ചറിയണം. യഹോവയുടെ സാക്ഷികളുടെ കൂടെ നടക്കുന്ന ആൾക്കാർ, ആ വലിയ വലയ്ക്കാത്തി എന്ന് വീണിട്ടുള്ള ആൾക്കാർ ഈ സത്യം തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് അറിയണം. ഇനി പരിശുദ്ധാത്മാവിന്റെ സ്വഭാവ വിശേഷങ്ങൾ വ്യക്തിത്വം വെളിവാക്കുന്നതാണ്. അതായത് ബുദ്ധിശക്തി ഉള്ളവനാണ്. ഞാൻ ഒത്തിരി സമയമെടുക്കാതെ വാക്യങ്ങളെല്ലാം ഞാൻ റെഫറൻസ് ഒന്നും പറയാതെ പറഞ്ഞു പോവുകയാണ്. ബുദ്ധിശക്തി ഉള്ളവനാണ്, ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്നവനാണ്, ഇച്ഛാശക്തി ഉള്ളവനാണ്, വിശ്വാസികളുടെ പാപപ്രവൃത്തി നിമിത്തം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വ്യക്തിക്ക് മാത്രമേ നടക്കൂ, അല്ലാതെ ഒരു വസ്തുവിന് നടക്കത്തില്ല. അപ്പോൾ ഒരു അചേതനമായ ഒരു സംവിധാനമോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോ അത് എന്ന് നമ്മൾ വിളിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനോ ഈ പറയുന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെത് വഴി നടത്തുന്നു, കേൾക്കുന്നു, അറിയിച്ചു തരുന്നു, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നു, പക്ഷപാതം ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതെങ്ങനെയാണ് വെറും ശക്തിയാകുന്നത്? ഇതൊക്കെ ചെയ്യാൻ വെറും ഒരു ശക്തി കഴിയുമോ? വ്യക്തിക്കല്ലേ കഴിയത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്നുള്ള തെളിവുകൾ വിശുദ്ധ വേദപുസ്തകം തുറന്നു കാണിക്കുമ്പോൾ തന്നെ അതല്ലെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം യഹോവയുടെ സാക്ഷികൾ ദുരുപദേശം പറയുന്നു എന്നുള്ളത് തന്നെയല്ല സത്യം. ഇനി പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് കേവലം ഒരു വ്യക്തി മാത്രമല്ല, നിസ്തുല്യനായ ദൈവവുമാണ്.
ക്രിസ്തീയ തൃത്വോപദേശം എന്ന സത്യം മാനുഷിക ബുദ്ധിക്കും ചിന്താഗതിക്കും തത്വചിന്തകൾക്കും ഉൾക്കൊള്ളുവാനും പ്രാപ്യമാക്കുവാനും കഴിയുന്നതല്ല എന്ന് പറഞ്ഞ ഒന്നുകൂടെ മനസ്സിലാവുന്ന ഭാഷയെ പറയാം. വിശുദ്ധ വേദപുസ്തകം പറയുന്ന എല്ലാ ചിന്തകളും അത് ഇവിടുത്തെ തത്വചിന്തകൾക്ക് അനുസാരമാകണമെന്നോ അതുപോലെ ഇവിടുത്തെ ചിന്താഗതികൾക്ക് അനുസാരമാകണമെന്നൊന്നും അർത്ഥമില്ല. അത് വിശ്വാസവിധേയമായി നമ്മളത് അംഗീകരിക്കുകയല്ലാതെ അത് ഇവിടുത്തെ താത്വികന്മാർ അംഗീകരിക്കണമെന്നോ തത്വചിന്തകൾക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയണമെന്നോ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് വിശുദ്ധ ബൈബിളിന്റെ പ്രമേയമാണ്, ദൈവിക ഉപദേശങ്ങളാണ്. അത് അങ്ങനെ തന്നെ എഡിറ്റ് ചെയ്യാതെ അത് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ഒരു മനുഷ്യന്റെ ധർമ്മമാണ്. ഇനിയും മൂന്നാമതായി ശ്രദ്ധിക്കണം, ദൈവിക തൃത്വത്തിൽ മൂന്നാമൻ അഥവാ മൂന്നാം വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്, അല്ലാതെ ശക്തിയല്ല. 4, പുതിയ നിയമത്തിൽ ഏകദേശം 16 പ്രാവശ്യം തൃത്വത്തിലെ മറ്റു വ്യക്തികളോടൊപ്പം എന്ന് പറഞ്ഞാൽ പിതാവിനോടും പുത്രനോടും ഒപ്പം പരിശുദ്ധാത്മാവിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർക്കണം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ തൃത്വത്തിൽ മൂന്നാമനാണ് പരിശുദ്ധാത്മാവ്. ഇനി 5, കർത്താവായ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ അയക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ അതേ തരത്തിൽപ്പെട്ട മറ്റൊന്ന് എന്ന അർത്ഥമാണ് വരുന്നത്. അതായത് യേശു ക്രിസ്തു ദൈവം ആകുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യസ്ഥനെ പരിശുദ്ധാത്മാവും ദൈവമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് യേശു പറഞ്ഞത്, വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നതാണ്. 6ാമത്തെ കാര്യം, യേശുവിന്റെ കന്യകാജനനം. ലൂക്കോസ് സുവിശേഷം 1-35 വാക്യം. തിരുവഴുത്തിന്റെ പിന്നിലെ പ്രചോദനം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-21 വാക്യം. സൃഷ്ടിപ്പ്, ഉൽപ്പത്തി 1:1-2 തുടങ്ങി ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനാൽ അദ്ദേഹം ദൈവം അത്രേ. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇതൊന്നും. ഒരു വ്യക്തിയെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല, ഇത് ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനാൽ അദ്ദേഹം ദൈവം തന്നെയാണ്. അടുത്തൊരു ചോദ്യത്തോടെ ഞാൻ ആരംഭിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങളുടെ അവതരണത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ യഹോവ ആരാണ്? പഴയ നിയമം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ സന്ദർഭം അനുസരിച്ചാണ് അവർ ദൈവത്തെ സംബോധന ചെയ്തിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യം നിങ്ങൾ എബ്രായ ഭാഷയിൽ ശ്രദ്ധിച്ചാൽ എലോഹിം എന്നാണ് ദൈവത്തിനോട് പറയുന്നത്. അതുപോലെ അബ്രഹാം അഡോണായി അല്ലെങ്കിൽ മാസ്റ്റർ അല്ലെങ്കിൽ യജമാനൻ എന്നാണ് ദൈവത്തെ സംബോധന ചെയ്തിരുന്നത്. അതുപോലെ തൻ്റെ മകനെ യാഗം കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് വെച്ച് ഇരേ എന്ന് പറയുന്ന ഒരു ഭാഗം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കാണാം. അതുപോലെ നിസി, റായ്. അപ്പോൾ സന്ദർഭം അനുസരിച്ച് ആണ് പഴയ കാലങ്ങളിൽ അവർ ദൈവത്തെ സംബോധന ചെയ്തിരുന്നത്. എന്നാൽ മോശയ്ക്ക് ആണ് യഹോവ എന്ന നാമം ആദ്യമായി വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയത് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് നെയിമാണത്. അപ്പോൾ മോശയ്ക്കാണ് യഹോവ എന്നുള്ള ആ ഒരു പേര് വെളിപ്പെടുത്തി കിട്ടിയത്. ഇനിയും അപ്പോൾ ഒരു ചോദ്യം, വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ മുതൽ യഹോവ എന്നുള്ള പദം ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം മുതൽ കാണാം യഹോവ എന്നുള്ള ആ പേര്. അവിടെ എങ്ങനെയാണ് വന്നത് യഹോവ എന്നുള്ള പേര് വന്നത്? അപ്പോൾ ശ്രദ്ധിക്കണം, ഈ അബ്രഹാമിന്റെ കാലത്തും യഹോവ ഇരേ എന്ന് എങ്ങനെയാണ് പറഞ്ഞത്? പക്ഷെ നിങ്ങൾ അവിടെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോകണം. മോശയാണ് വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകങ്ങളായ പഞ്ചഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പെൻറ്റാറ്റുക്ക്, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന് പറയുന്ന ആ 5 പുസ്തകങ്ങൾ എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവമെന്ന് രേഖപ്പെടുത്തേണ്ട ഭാഗത്തെല്ലാം തന്നെ അദ്ദേഹത്തിന് പരിചിതമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ യഹോവ എന്നുള്ള നാമം ആണ് കുറിച്ചു പോയത്. എന്ന് പറഞ്ഞാൽ എല്ലാ എഴുത്തുകാരന്റെയും സ്വാധീനം ആ എഴുത്തുകാരന്റെ രേഖകൾ കാണാം. അപ്പോൾ അത് ആ എഴുത്തുകാരന്റെ സ്വാധീനമാണത്. മോശി എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് അത് എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവത്തെ അറിയാവുന്ന യഹോവ എന്നുള്ള നാമത്തിലാണ് അദ്ദേഹത്തിനാണ് വെളിപ്പെടുത്തി കിട്ടിയത്. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്ന ആ ഭാഗത്തെല്ലാം തന്നെ യഹോവ എന്നുള്ള പേര് അങ്ങനെയാണ് വന്നു ഭവിച്ചത്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കണം. ദൈവത്തെ അല്ലെങ്കിൽ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല,
പിതാവിന്റെ മടിയിൽ എന്നാണ് മലയാളത്തിൽ. ബോസം എന്ന് പറഞ്ഞ വാക്കാണ് ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ നെഞ്ചെന്നോ മാറുന്നോ, ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടത്. ഇതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എല്ലാം ദൈവിക തൃത്വത്തിൽ രണ്ടാമനാണ്, അല്ലാതെ ഒന്നാമനല്ല. ഒന്നുകൂടെ എന്റെ കേൾവിക്കാർ യോഹന്നാന്റെ സുവിശേഷം 1-18 വാക്യം ശ്രദ്ധിക്കണം. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ അല്ലെങ്കിൽ നെഞ്ചിൽ അല്ലെങ്കിൽ മാറിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവ് ആർക്കും വെളിപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ യഹോവ ആരാണ്? പിതാവാണോ പുത്രനാണോ എന്നൊരു ചോദ്യം എന്റെ കേൾവിക്കാരുടെ മനസ്സിൽ ഒന്ന് ഉടക്കണം. സ്വന്തം പിതാവിനെ വെളിപ്പെടുത്തുന്നവൻ ആരോ അവനാണ് പുത്രൻ. ഇതാണ് പുത്രൻ എന്നുള്ളതിന്റെ വാച്യാർത്ഥം. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്വന്തം പിതാവിനെ വെളിപ്പെടുത്തുന്നവൻ ആരോ അവനാണ് പുത്രൻ. അങ്ങനെങ്കിൽ തൃത്വത്തിൽ ഒന്നാമനെ തൃത്വത്തിൽ രണ്ടാമൻ എന്ന് മുതൽ വെളിപ്പെടുത്താൻ തുടങ്ങിയോ അന്ന് മുതൽ തൃത്വത്തിൽ രണ്ടാമൻ പുത്രൻ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒന്നുകൂടി ഞാൻ ആ വാചകം ഒന്ന് പറയാം. തൃത്വത്തിൽ ഒന്നാമനെ തൃത്വത്തിൽ രണ്ടാമൻ എന്ന് മുതൽ വെളിപ്പെടുത്താൻ തുടങ്ങിയോ അന്ന് മുതൽ തൃത്വത്തിൽ രണ്ടാമൻ പുത്രൻ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. അല്ലാതെ യേശു ദൈവത്തിന്റെ കുഞ്ഞാണ് എന്നൊന്നും കരുതി പോകരുത്. പലരും കരുതുന്ന അങ്ങനെയാണ്, യേശു ദൈവത്തിന്റെ കുഞ്ഞാണെന്നാണ്. അങ്ങനെയല്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ആദം ഹൗവ ദമ്പതിമാർ എലോഹിമെന്നും അല്ലെങ്കിൽ അവർക്ക് എലോഹിമെന്നും, അബ്രഹാമിന് അഡോണായി എന്നും, യാക്കോബിന് എല്ലിയോൺ എന്നും, മോശയ്ക്കും ഇസ്രായേൽ മക്കൾക്കും യഹോവ എന്നും ഉള്ള നാമത്തിൽ വെളിപ്പെട്ടത് ദൈവിക തൃത്വത്തിലെ ഒന്നാമനായ പിതാവല്ല, ദൈവിക തൃത്വത്തിലെ രണ്ടാമനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുക്രിസ്തു എന്ന് വിളിക്കുന്ന, മനുഷ്യാവതാരം എടുത്തു വന്നപ്പോൾ യേശുക്രിസ്തു എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി ശരിയായിട്ട് പറഞ്ഞാൽ പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ പുതിയ നിയമത്തിലെ ക്രിസ്തുവായിരുന്നു. ഞാനതിന് തെളിയിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഉദാഹരണം, യെശയ്യാവിന്റെ പ്രവചനം 40-3 വാക്യം കേട്ടോ. ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. അപ്പോൾ ഈ പ്രവചനം നിങ്ങളും വായിച്ചു കാണാം. ഈ പ്രവചനത്തിൽ പറയുന്നത് യോഹന്നാൻ സ്നാപകനിൽ കൂടി യേശു ക്രിസ്തുവിലാണ് നിറവേറിയത്. മർക്കോസ് സുവിശേഷം 1-2-3 വാക്യങ്ങൾ, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും, കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു. അപ്പോൾ ഓർക്കുക, യേശു ക്രിസ്തു ആരാണ്? പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ പുതിയ നിയമത്തിൽ ക്രിസ്തുവാണ്. പലരും ഇന്നും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, യഹോവ പിതാവ്, അതുപോലെ യേശു പുത്രൻ, പിന്നെ പരിശുദ്ധാത്മാവ്. പക്ഷേ വിശുദ്ധ ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കൂലങ്കഷമായി വിശുദ്ധ ബൈബിൾ പഠിക്കുവാനും വേണ്ടി എൻ്റെ അനുവാചകർ എല്ലാവരും ശ്രമം നടത്തണം. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവയാണ്. എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് വെളിപ്പെട്ട ഇസ്രായേൽ മക്കൾ യഹോവ എന്നുള്ള പേരിൽ വിളിച്ചു വന്ന അദ്ദേഹം തന്നെ മനുഷ്യാവതാരം എടുത്തു വന്നപ്പോൾ യേശു ക്രിസ്തു എന്നുള്ള നാമധേയമാണ്. അല്ലാതെ യേശു ക്രിസ്തു മീഖായേലിന്റെ അവതാരമല്ല. യേശു ക്രിസ്തു ദൈവിക തൃത്വത്തിലെ അല്ലെങ്കിൽ ഗോഡ്സ് ട്രിനിറ്റിയിലെ സെക്കൻഡ് പേഴ്സണാലിറ്റിയാണ്, അല്ലാതെ ദൂതന്റെ ഒരു അവതാരമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടെത്തലുകളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ കടുത്ത ദുരുപദേശമാണ് യഹോവയുടെ സാക്ഷികൾ പറയുന്നത്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞ രക്ഷകനെ അപമാനിക്കുകയാണ്. പക്ഷെ അവർ യേശുവിനെ രക്ഷകനാണെന്നും ദൈവപുത്രനാണെന്നും അംഗീകരിക്കുന്നൊക്കെ പറഞ്ഞ് ഇരട്ടത്താപ്പ് നയം കാണിക്കുമ്പോൾ നാം അറിയണം, ഇതൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ സത്യോപദേശകർ എന്ന് പറയുന്നവരെ വലയിൽ ചാടിച്ച് പിടിക്കുവാനുള്ള കുതന്ത്രവുമായിട്ട് അവർ വരികയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെ ചെറുക്കുവാനുള്ള രീതിയിലുള്ള വിശുദ്ധ വേദപുസ്തകത്തിന്റെ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന വിഭാഗങ്ങൾ അവർ എന്ത് നടപടികളാണ് സ്വീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും തർക്കിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, ഒന്നുകിൽ അവർ ചെയ്യേണ്ടത് അവർ കൊണ്ടുവരുന്ന ബൈബിൾ നിങ്ങൾ വാങ്ങി വെക്കുക, ഒരു പുതിയ ബൈബിൾ കൊടുക്കുക. അതോടെ തർക്കം തീരും അവരുടെ കാര്യം. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വരച്ചും കുരച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്, അതോടെ തർക്കം തീരുക. ഇനി അവരെ മാത്രം നിങ്ങൾ അവമതിക്കേണ്ട, നിങ്ങൾ ഒരു പുതിയ ബൈബിൾ എടുക്കുക, അവർ പിന്നെ തർക്കിക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം,
നിങ്ങൾക്ക് അവരോട് തർക്കിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് തർക്കി ജയിക്കാൻ ഒക്കുന്നില്ല എന്ന് സത്യോപദേശകർക്ക് തോന്നിയാൽ, എന്ന് പറഞ്ഞാൽ സത്യോപദേശം ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ഒരു വേള അതറിയത്തില്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. നമ്മൾ ദൈവിക കാര്യം പറയാൻ തുടങ്ങുകയല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. അവര് പ്രാർത്ഥിക്കില്ല, എന്നറിയാമോ? അവർ അവിശ്വാസികളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു ദൈവഭക്തനായ ഒരു ശരിയ ക്രിസ്ത്യാനിക്ക് അവൻ എവിടെ നിന്നാലും പ്രാർത്ഥിക്കാം, വഴി നിന്നാലും പ്രാർത്ഥിക്കാം, ഹിന്ദു നിന്നാലും മുസ്ലിം നിന്നാലും ഒക്കെ പ്രാർത്ഥിക്കാം. കാര്യം ആര് നിൽക്കും എന്നുള്ളതല്ല, ആരാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അവരോട് തർക്കിക്കാൻ വേണ്ടി കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറയുക, ഒരു കാര്യം ചെയ്യും. നമ്മൾ വെറുതെ തർക്കിച്ച് സമയം കളയേണ്ട കാര്യമില്ല. നമുക്കൊരു പ്രസംഗയോഗം നടക്കാം. ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ഉപദേശം പ്രസംഗിക്കുക, അടുത്ത ദിവസം ഞങ്ങൾ ഞങ്ങളുടെ പറയാം. അവരാ വഴിക്കൂടെ വരത്തില്ല, കാര്യം അവർക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഞായറാഴ്ചയും തർക്കമാണ്, അവരുടെ രാജ്യ ഹാളിലും അവർ തർക്കം നടത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കടുത്ത ദുരുപദേശങ്ങളുമായിട്ട് വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമേയമായ സത്യ ഉപദേശത്തെ വിശ്വസിക്കുന്ന എല്ലാവരും അതിനെ ചെറുക്കുവാൻ പ്രാപ്തരാകണം. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. ഉപദേശങ്ങൾ പലതും പാലിൽ പരക്കുമ്പോൾ നാം വിശുദ്ധ ഉപദേശത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ് എന്നുറപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുത്തുന്നു. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.